ശരണ്യ സ്റ്റാറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സസൊക്കെയാണ് ഇടേണ്ടത്, ഏതൊക്കെ ലെയർ ഇട്ട് കഴിഞ്ഞാലാണ് അവർക്ക് തണുപ്പിന് കുറച്ചുകൂടെ ബിയർ ചെയ്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്വീഡൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനിപ്പോൾ സ്റ്റോക്ക്ഹോമിൽ നിൽക്കുന്നത് കാരണം ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വീഡനിലാണ്. നമ്മളിപ്പോൾ യൂറോപ്പിൻ്റെ പല കൺട്രീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെയും ഡിഫറെൻറ്റ് ചെറിയൊരു ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ വരും. ഞങ്ങൾ കുറച്ചുകൂടെ സ്കാൻഡിനേവിയൻ കൺട്രി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ സീസണിലും ചെറിയ കുട്ടിക്ക്, ഇപ്പം എൻ്റെ മകനൊരു 3 year ഓൾഡുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഏതൊക്കെ ഡ്രസ്സസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് സമ്മറിലായിരിക്കുമ്പം നമ്മൾ കുട്ടികൾക്ക് ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സമ്മറിൽ എന്തെങ്കിലും ഒരു ഔട്ടർ ലെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. അത് ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. കുറച്ചൊരു തണുപ്പുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സ്, നമ്മൾ സാധാരണ ഇടുന്ന ടീഷർട്ട് ആൻഡ് പാൻറ്റിൻ്റെ ഒപ്പം ഒരു സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു സ്വെറ്ററിൻ്റെ മോഡൽ കാണിച്ചു തരാം. ആൻഡ് അത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്നും കാണിച്ചു തരാം. ഇതാണ് ഞാൻ എൻ്റെ പോലിട്ട് ഒരു ടൈപ്പ് ഓഫ് സ്വെറ്റർ. ഇത് വളരെ തിന്നാണ്, മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, വളരെ തിന്നാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ചൊരു തണുപ്പ് ബിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു സമ്മർ സീസണിലൊക്കെ കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്, കണ്ണൂരിലെ സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. റേറ്റ് ഒബ്വിയസ്ലി വലിയ കുഴപ്പമില്ലായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ബട്ട് അത് നല്ല യൂസ് ആയിരുന്നു കേട്ടോ. ഞാനിവിടെ മകൻ പ്രീ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാണ് അടുത്ത ഒന്ന്, ഈ ഒരു മോഡലാണ് അടുത്തത്. ഇതും സ്വെറ്ററാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതൊക്കെ പാരലലി ആയിട്ട് ഇടയ്ക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പായിരുന്നു ഇത് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ ഗ്രീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഹൂഡീസ് ഉള്ള ടൈപ്പാണ്. അപ്പം ഇതും അധികം കട്ടിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരുന്നോളും, കുറച്ചൊരു തണുപ്പൊക്കെ ഓക്കെ ആയിട്ട് ഇരുന്നോളും. ഇത് ഞാൻ സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. ഇനിയിപ്പം നമ്മളിപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ സാധാരണ ഇടുന്ന ബനിയൻ ആൻഡ് പാൻറ്റിൻ്റെ ഒപ്പം നമ്മളൊക്കെ ഓക്കെ ഈ ഒരു എക്സ്ട്രാ സ്വെറ്റർ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് മനസ്സിലായി. ഒരു തിൻ ലെയർ ആയിട്ടുള്ള സ്വെറ്റർ അത് മതിയാകും. ഇനി നമ്മൾ അടുത്ത ഓട്ടം സീസണിലേക്ക് പോകുന്നു. സമ്മർ കഴിഞ്ഞാൽ ഓട്ടം ആകുമ്പോൾ എന്താണ്, കുറച്ചുകൂടെ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയുള്ള സ്വെറ്റർ യൂസ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇത് കുറച്ചുകൂടെ കട്ടിയുള്ളൊരു സ്വെറ്ററാണ്. ഇതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്. അപ്പം ഓട്ടത്തിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഇതേപോലത്തെ കുറച്ച് കട്ടിയുള്ള സ്വെറ്റർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതും കുറച്ച് കട്ടിയുള്ളൊരു സ്വെറ്ററാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് നമ്മൾ ഓട്ടത്തിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രസ്സസ് ഉണ്ടാവും. ഇത് ആക്ച്വലി വിത്ത് പാൻറ്റ് വരുന്നതായിരുന്നു. ഇങ്ങനെ ഹൂഡിയായിട്ട്, ഇത് നമ്മുടെ ഒരു ബനിയൻ ടീഷർട്ട് പോലെ തന്നെയാണ്, സ്വെറ്റ് ഷർട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഹൂഡിയായിട്ട് വരുന്നതുണ്ടാവും. മറ്റേത് ശരിക്കും സ്വെറ്ററായിരുന്നു ഞാൻ ആദ്യം കാണിച്ചത്, ഇത് സ്വെറ്റ് ഷർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന പാൻറ്റ്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, സാധാ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് എൻ്റെ കയ്യിലുണ്ടായി. ഈ ഒരു ടൈപ്പ് ആൻഡ് അതിൻ്റെ ഹുഡീസ് സ്വെറ്റ് ടീഷർട്ട് ഇങ്ങനെ. അപ്പം ഇത് നമ്മൾ ഓട്ടത്തിൻ്റെ ഒരു മിഡിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ് പോലത്തെ ഇട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊക്കെ അതിൻ്റെ മുകളിലിടാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് കട്ടിയുള്ള സ്വെറ്ററാണ്. കണ്ടോ, ഇതൊരു സ്വെറ്ററാണ്. അത് കുറച്ച് കട്ടിയുള്ളത് കാരണം ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു സ്വെറ്റർ ഇടാം. അല്ല എങ്കിൽ നമുക്ക് വേറെ വരുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു സ്വെറ്റർ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം നമുക്ക് കാണാൻ പറ്റും, ഡിഡ്രിക്സൻ്റെ ആണ് ഇത് ബ്രാൻഡ്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്വെറ്റർ ഇട്ടാൽ മതിയാകും. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്വെറ്റർ, അതായത് കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള ഒരു സ്വെറ്റർ വേണമെന്നാണ് ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രീമിലേക്ക് പോകും. വിൻ്റർ ബിഗിനിങ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഡ്രസ്സസിൻ്റെ പുറമെ, അതായത് മേ ബി ഈ സ്വെറ്റർ നമുക്ക് റിമൂവ് ചെയ്യാം, അതിന് പുറമെ നമ്മൾ അതായത് സാധാ ഒരു ഷർട്ട് ആൻഡ് പാൻറ്റ് ഇടുന്നു, അതിൻ്റെ മുകളിൽ നമ്മളൊരു ടീഷർട്ട്, ഇപ്പം ഇതാ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാൻറ്റ് ആൻഡ്
സ്വെറ്റ് ഷർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ ടീഷർട്ട്സ് നമ്മൾ ഇടുന്നു, സ്വെറ്റ് ഷർട്ട് ഇടുന്നു, ഇതിങ്ങനെ കൈയൊക്കെ ആയിട്ടുള്ള സ്വെറ്റ് ഷർട്ട് ഇടുന്നു. ഓക്കെ, ഇത് വേറൊരു മോഡലാണ്. ഇത് ഹുഡി ഇല്ലാത്ത ടൈപ്പാണ്. ഇതേപോലത്തെ കുറച്ച് കട്ടിയുള്ള എന്താ പറയുക സ്വെറ്റ് ബനിയൻ ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മൾ ഐദർ ഈ കട്ടിയുള്ള ജാക്കറ്റ് ഇടുക. ഇത് ഒരു മെത്തേഡാണ്. വിൻ്ററിൻ്റെ ബിഗിനിങ്ങിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ വിൻ്റർ എക്സ്ട്രീം ആകുമ്പം അതുപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും എല്ലാ ജാക്കറ്റ്സും വാട്ടർ പ്രൂഫ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജാക്കറ്റ്സ് വാങ്ങുമ്പോൾ വാട്ടർ പ്രൂഫ് ജാക്കറ്റ്സ് വാങ്ങുക. അപ്പോൾ മഴയുണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ വരുന്നൊരിതാണ്, നമ്മൾ മഞ്ഞൊക്കെ വരുന്ന സമയത്ത്, അതായത് വിൻ്ററിൻ്റെ എക്സ്ട്രീമിൽ നമ്മൾ ഇടേണ്ട സംഭവമാണ് ഈ ഒരു ജാക്കറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് വിത്ത് അതായത് നമ്മൾ ഓപ്പൺ ഇല്ല, ഇവിടെ വരെ ഓപ്പൺ, അതായത് ഫുള്ളായിട്ട് പാൻറ്റ് അങ്ങനെ ഇത് ഫുള്ളായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ റോംബർ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഹുഡി ഉണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വാട്ടർ പ്രൂഫാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റും, അത്യാവശ്യം തണുപ്പിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യും. അപ്പം ഇത് അത്യാവശ്യം ഓക്കെയാണ്. അപ്പം നമ്മൾ വിൻ്ററിൽ ഇപ്പം വിൻ്ററിൻ്റെ എക്സ്ട്രീം കേസസിൽ ഇത് ഔട്ടറായിട്ടിടും, ഇതിൻ്റെ അടിയിൽ നമ്മളൊരു സ്വെറ്റർ പോലത്തെ ഏതെങ്കിലും ഒരു സംഭവം ഇടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബനിയൻസ് ഉണ്ടാവും. ഇത് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചാൽ പോലത്തെ ഇതേപോലത്തെ ബനിയൻ അതിൻ്റെ ഉള്ളിലിടണം. അതിനുശേഷം നമ്മുടെ സാധാ പാൻറ് ആൻഡ് ഷർട്ട് ഇടുക. അതിനുള്ളിലായിട്ട് നമ്മൾ തെർമൽസ് ഇടുക. അതായത് നമുക്ക് തെർമൽ ബനിയൻ ആൻഡ് പാൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വാമായിട്ട് കുട്ടിയിരുന്നുകൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പം ഉപകാരപ്രദമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.